സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫൊക്കെ വരച്ച് ഇനീക്വാളിറ്റീസ് നോക്കിയിട്ട് നിങ്ങൾ റീജിയൻ ഷെയ്ഡ് ചെയ്യും. ആ റീജിയൻ ഷെയ്ഡ് ചെയ്യുമ്പോൾ കോമൺ റീജിയൻ, ഫീസിബിൾ റീജിയൻ, ബൗണ്ടഡ് റീജിയൻ, അതിനകത്ത് കോർണർ പോയിന്റ് ഏതെങ്കിലും രണ്ട് ലൈൻസ് മീറ്റ് ചെയ്തുണ്ടാവുന്ന കോർണർ പോയിന്റുകളിലായിരിക്കും മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒക്കർ ചെയ്യും. താഴേക്ക് പോകാൻ പറ്റില്ല, ബിക്കോസ് ബോത്ത് വൈ ആൻഡ് എക്സ് ആർ പോസിറ്റീവ്, എക്സും വൈയും പോസിറ്റീവാണ്. ദിസ് ഈസ് ദ അൺബൗണ്ടഡ് റീജിയൻ. അൺബൗണ്ടഡ് റീജിയൻ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വരും. 3യേക്കാൾ വലുതായിരിക്കണം. കാരണം 3യേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0 നമുക്കിവിടെ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യണം. ഇല്ലല്ലോ, 0 ഇതിൻ്റെ താഴെ വരുന്നത്. 0 എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ബിലോയാണ് വരുന്നത്. 0 ഇതിനകത്ത് കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്രൊഫസർ PC തോമസ് ക്ലാസ്സസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. സ്കീം 2025 PYQ ഡിസ്കഷനിൽ മാത്തമാറ്റിക്സിൽ നിന്ന് ചെറിയ ചാപ്റ്റർ, ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റിനെ ചോദിക്കുകയുള്ളൂ. ലീനിയർ പ്രോഗ്രാമിംഗ് 12th സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് 2026 ഈ വർഷം ഏപ്രിൽ സ്കീം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് CBSE സ്റ്റുഡൻസിന് മാർച്ച് 13 സ്റ്റേറ്റ് സിലബസുകാർക്ക് മാർച്ച് 18 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഈ QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓരോ ദിവസവും എടുക്കുന്ന ടോപ്പിക്കുകൾ തിയറി ഞങ്ങൾ ബ്രീഫ് ചെയ്ത് ഫോർമുലാസൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അതുമായി കണക്റ്റഡ് ആയിട്ട് സ്കീമിന് ചോദിച്ചിരിക്കുന്ന PYQ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യും ക്ലാസ്സിൽ. അതിനുശേഷം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മോക്ക് എക്സാം ഉണ്ടാവും, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ. സ്കീം എക്സാമിനോട് അടുക്കുമ്പോൾ കംപ്ലീറ്റ് പോർഷൻസിൻ്റെ 150 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ടോപ്പിക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് മോക്ക് എക്സാം കണ്ടക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് സമയം സ്കീമിനെ നിങ്ങളെ റെഡിയാക്കി എടുക്കും. നമ്മളത് മാക്സിമം ഉപയോഗപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഓരോ ദിവസവും എടുക്കുന്ന ടോപ്പിക്ക് മുതലെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ 11th 12th പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ ടോപ്പിക്ക് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലും ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ആ ടോപ്പിക്കുകളിൽ ഏതെങ്കിലും ചാപ്റ്ററിൽ ഡൗട്ട് വരുവാണെങ്കിൽ എല്ലാ ചാപ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി എല്ലാം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് സെർച്ച് ചെയ്താൽ മതി. മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ NCERTയിലെ എല്ലാ ക്വസ്റ്റ്യൻസും 1 by 1 ആയിട്ട് അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം, തിയറി കൺസെപ്റ്റുകൾ നോക്കാം. ഏത് ചാപ്റ്റർ വൈസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ എൻട്രൻസിനായാലും NCERT ബോർഡിനായാലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നിങ്ങൾക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കീമിനെ പ്രതീക്ഷിച്ചാൽ മതി, അതേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അങ്ങ് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. In the graphical method of linear programming problem, the optimal solution, optimal means either maximum or minimum solution, lies at the center of the feasible region, at the corner points of the feasible region. Second option correct. നിങ്ങൾക്കറിയാം, ഏരിയ ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫൊക്കെ വരച്ച് ഇനീക്വാളിറ്റീസ് നോക്കിയിട്ട് നിങ്ങൾ റീജിയൻ ഷെയ്ഡ് ചെയ്യും. ആ റീജിയൻ ഷെയ്ഡ് ചെയ്യുമ്പോൾ കോമൺ റീജിയൻ, ഫീസിബിൾ റീജിയൻ, ബൗണ്ടഡ് റീജിയൻ, അതിനകത്ത് കോർണർ പോയിന്റ് ഏതെങ്കിലും രണ്ട് ലൈൻസ് മീറ്റ് ചെയ്തുണ്ടാവുന്ന കോർണർ പോയിന്റുകളിലായിരിക്കും മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒക്കർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, കൺസിഡർ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മാക്സിമൈസ്. ഇക്വേഷൻ മാക്സിമൈസ് ചെയ്യണം. കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്, 2 കൺസ്ട്രെയിൻസ്, പിന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ തന്നിട്ടുണ്ട്. ഇഫ് എവരി പോയിന്റ് in the line segment joining 20, 0 and 10, 15 is the optimal solution of the LPP. അതായത് നിങ്ങൾ ഗ്രാഫൊക്കെ വരച്ച്
കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്തു. ഇങ്ങനെ കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു എന്നറിയൂ. കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പോയിന്റിലാണ് നിങ്ങൾക്ക് മാക്സിമം കിട്ടിയത്. ഒന്ന് 20,0, then 10,15. ഈ ലൈനിലാണ് മാക്സിമം കിട്ടിയതെന്ന്, അതായത് ഫീസിബിൾ സൊല്യൂഷൻ മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടിയത് ഈ ലൈനിലാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ പോയിന്റിലാണ്. ഓക്കെ, ഈ ലൈൻ എന്ന് പറഞ്ഞിട്ടില്ല, ഈ രണ്ട് പോയിന്റിലാണ്. ഇത് ഒരേ ലൈനിലാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, സോറി, ഒരേ ലൈനിലാന്ന് അവർ പറഞ്ഞിട്ടില്ല, ഈ പോയിന്റിലാണ് 20, 0, അതുപോലെ തന്നെ 10, 15. ഈ രണ്ട് പോയിന്റിലാണ് അവർക്ക് മാക്സിമം കിട്ടിയതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ലൈനിലെ പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതിങ്ങനെ ഏരിയ ഷെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ അവർക്ക് മാക്സിമം കിട്ടുന്നത് ഈ പോയിന്റ് ഇക്വേഷനിൽ കൊടുക്കാം നിങ്ങൾക്ക്. 10, 15 മാക്സിമം കിട്ടിയത്, എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ 10, 15 ഇവിടെ കൊടുത്താൽ ആൽഫ 15, 10 ആൽഫ പ്ലസ് 6 × 15. ഇതാണ് മാക്സിമൈസ് സെഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 20, 0 ഇവിടെ കൊടുത്താൽ ആൽഫ × 20 പ്ലസ് 6 × 0. എവരി പോയിന്റ് ഇൻ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ്, സോറി, ഈ ലൈൻ ഇത് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആട്ടോ ഉദ്ദേശിക്കുന്നത്, ഇസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇത് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് പോയിന്റോടെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് അത് വരുന്നത് ഏതിലാന്ന് ചോദിച്ചാൽ 3x + 2y = 60. എക്സിന് വൈക്ക് 0 കൊടുത്താൽ എക്സിന് 20 വരും, എക്സിന് 20, എക്സിന് 10 കൊടുത്താൽ 30 + 30, 60 കിട്ടിക്കോളും എസ്. അപ്പോൾ ഇവിടെ ഒരു ലൈനായിട്ട് വന്നോളും, കുഴപ്പമില്ല. ഈ ലൈൻ്റെ പേര് 3x + 2y = 60. 3x + 2y = 60 എന്ന് പറയുന്ന ലൈനിലാണ് മാക്സിമം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ഷെയ്ഡഡ് റീജിയനിൽ ഇതിനിടയിൽ വരുന്ന ഏത് പോയിന്റിലും ഈ മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതിയല്ലോ. 10 ആൽഫ റൈറ്റിലേക്ക് പോയാൽ 20 ആൽഫ മൈനസ് 10 ആൽഫ is 10 ആൽഫ. 15 × 6, 6 × 15. So alpha is 6 × 15 by 10 is equal to alpha. These two are cancelled. 5 വെച്ച് കട്ട് ചെയ്താൽ 3 വരും, 2 വരും, 2, 3. ആൽഫ become 9. ലാസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, അടുത്തത് മാക്സിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെൻ ദ കോർണർ പോയിന്റ്സ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ. അവർ ഗ്രാഫ് വരയ്ക്കാനോ ഷെയ്ഡ് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല, കോർണർ പോയിന്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് മാക്സിമം വാല്യൂ എവിടെയാണ് കിട്ടുന്നതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. മാക്സിമൈസ് z is equal to 2x + 3y. ഇതിനെ മാക്സിമൈസ് ചെയ്യുന്നു. ആദ്യത്തെ പോയിന്റ് 0, 0, 0, 0 എന്നുള്ള പോയിന്റ് കൊടുത്താൽ z is equal to 0 കിട്ടും. അടുത്ത പോയിന്റ് 5, 0, 5, 0 എന്നുള്ള പോയിന്റ് കൊടുത്താൽ z is equal to 10 + 0 വരും. നെക്സ്റ്റ് പോയിന്റ് 4, 1, അത് കൊടുത്താൽ z is equal to 4, 1, 8 + 3 വരും. നെക്സ്റ്റ് പോയിന്റ് 0, 2, അത് z കൊടുത്താൽ z is equal to 0 + 6. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് എവിടെയായിരിക്കും? 11. അവർ ചോദിച്ചിരിക്കുന്നത് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 11 എന്ന് മാർക്ക് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മിനിമൈസ് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ട വരും. This
ഇനീക്വാളിറ്റി കൺസ്ട്രെയിൻ ഇസ് 2x പ്ലസ് 3y ഈക്വൽ ടു 6. ഈ പോർഷൻ എടുത്താൽ എക്സിന് 0, വൈക്ക് 0 കൊടുത്താൽ എക്സിന് 3 കിട്ടും. എക്സിന് 0 കൊടുത്താൽ വൈക്ക് 2 കിട്ടും അല്ലേ? ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. നോക്കൂ, ഈ ലൈൻ്റെ ബിലോ പോർഷൻ എടുത്തു. ഒരു പോയിന്റ് 0, 0 ഇനീക്വാലിറ്റിയിൽ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇതിന്റെ അപ്പർ പോർഷനിലായിരിക്കും വരുന്നത്. താഴേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ബോത്ത് വൈ ആൻഡ് എക്സ് ആർ പോസിറ്റീവ്. എക്സും വൈയും പോസിറ്റീവ് ആണ്. ദിസ് ഈസ് ദ അൺബൗണ്ടഡ് റീജിയൻ. അൺബൗണ്ടഡ് റീജിയൻ. ഇപ്പൊ ഈ അൺബൗണ്ടഡ് റീജിയൻ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് പോയിന്റുകളും ഇസഡിൽ കൊടുക്കുക. അപ്പൊ ഇസഡ് ഇസ് ഈക്വൽ ടു 0, 2 കൊടുത്താൽ 0 പ്ലസ് 2 2 കിട്ടും. അടുത്തത് ഇസഡ് ഇസ് ഈക്വൽ ടു 3, 0 കൊടുത്താൽ 3 പ്ലസ് 0 3 കിട്ടും. അപ്പൊ ശരിക്കും ഇതാണ് മിനിമം എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ അൺബൗണ്ടഡ് റീജിയനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് മിനിമം എന്ന് ഇപ്പൊ പറയാൻ നമുക്ക് നിർവാഹമില്ല. മിനിമം എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 2 വരുന്ന വാല്യൂ ഉണ്ടോ എന്ന് നോക്കണം. 2വിനേക്കാൾ ചെറുത്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ പോകും. This line is called x plus y equal to 2. ഓക്കെ, x plus y less than 2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴേക്ക് വരും, ബിലോ പോർഷൻ വരും അല്ലേ? താഴേക്ക് പോകാൻ പറ്റില്ല, കാരണം എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ അകത്ത് നിൽക്കും, താഴേക്ക് വരും. We say that 2 is the minimum value only when no common portion with the feasible region and the shaded portion. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഷെയ്ഡ് ചെയ്ത പോർഷനിലും ഓൾറെഡി ഷെയ്ഡ് ചെയ്ത പോർഷനിലും കോമൺ ആയിട്ട് പോയിന്റ് ഒന്നും ഇല്ല എങ്കിൽ 2വിനെ നമുക്ക് മിനിമം എന്ന് അംഗീകരിക്കാം. അതർവൈസ് നോ ഫീസിബിൾ, നോ മിനിമം വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2വിനെ അംഗീകരിക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ വൈറ്റ് റീജിയൻ ഉണ്ടല്ലോ, പിന്നെ പുതിയതായിട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയനും ഇല്ലേ. ഇതിൽ രണ്ടിലും വേറൊരു കോമൺ പോയിന്റും എനിക്ക് പറയാനില്ല. കാരണം ഒരെണ്ണം അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഒരെണ്ണം താഴേക്കാണ്, ഒരെണ്ണം അപ്പർ, ഒരെണ്ണം ബിലോയാണ്. നോ കോമൺ പോയിന്റ്, ഒൺലി 2. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2വിനെ മിനിമം ആയിട്ട് തന്നെ അംഗീകരിക്കാം. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. NCERT അത് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ NCERT അത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷെയ്ഡഡ് റീജിയൻ ഷോൺ ഇൻ ദ ഡയഗ്രാം വിത്ത് ഗിവൺ ഇനീക്വാളിറ്റി. റീജിയൻ തന്നിട്ടുണ്ട്, ഇനീക്വാളിറ്റി എഴുതാൻ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഈ പോയിന്റ് 3, 0 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞാനൊന്ന് എഴുതാം. ഈ പോയിന്റ് 5, 0, ഈ പോയിന്റ് 0, 3. അപ്പോൾ ഈ ലൈൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് AB എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 ആയിരിക്കും. കാരണം ഇത് 0, 3, ഇത് 3, 0. അല്ലെങ്കിൽ 2 പോയിന്റ് ഫോം അപ്ലൈ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ഫോം. ഇതെടുത്താൽ AC എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് 5 ആണ്. അപ്പോൾ x/5, y ഇന്റർസെപ്റ്റ് 3 ആണ്. y/3 ഈക്വൽ ടു 1. കംപ്ലീറ്റ് ഒരു 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x പ്ലസ് 5y ഈക്വൽ ടു 15 കിട്ടും. ഇതാണ് AC. അപ്പോൾ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന നോക്കൂ, ദിസ് ബിക്കം AC, ദിസ് ബിക്കം AB. ബിലോ AC, AC-യുടെ താഴേക്കും AB-യുടെ അപ്പർ പോർഷൻ അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വരും. 3യേക്കാൾ വലുതായിരിക്കണം. കാരണം 3യേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0, 0 നമുക്ക് ഇവിടെ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യണം.
ഇല്ലല്ലോ, 0 ഇതിൻ്റെ താഴെ വരുന്നത്. 0 എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ബിലോയാണ് വരുന്നത്. 0 ഇതിനകത്ത് കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഓപ്പോസിറ്റ് ചെയ്യും. ഇനി ഈ ലൈനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബിലോ പോർഷൻ ആണ് വരുന്നത്. സോ വി റൈറ്റ് 3x + 5y < 50. കാരണം ഇതിനകത്ത് 0 കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യണം, ബിലോയാണ് വരുന്നത്. അപ്പോൾ പിന്നെ എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കണം. സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ z = ax + by where ab പോസിറ്റീവ്, ദ കോർണർ പോയിന്റ്സ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ ഡിറ്റർമിൻഡ് ബൈ ദ സിസ്റ്റം ഓഫ് ലീനിയർ കൺസ്ട്രെയിൻസ്. കോർണർ പോയിന്റ് തന്നിട്ടുണ്ട്. കണ്ടീഷൻ ഓൺ a and b so that z occurs minimum at these 2 points. നേരത്തെ ചെയ്തതുപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെ. മിനിമം കിട്ടുന്ന പോയിന്റ്സ് ആണ് ഇത് രണ്ടും. അപ്പോൾ മിനിമം ഓഫ് z = ax + by at 15, 15. എക്സിനും വൈക്കും 15, 15 കൊടുത്താൽ 15a + 15b = 0, 20 കൊടുത്താൽ 0 + 20b. ഇത് റൈറ്റിലേക്ക് പോയാൽ 15a = 5b. then 3a = b എന്ന് കിട്ടും. 3a = b അഥവാ ഫോർത്ത് ഓപ്ഷൻ കിട്ടും. 3a = b, ഫോർത്ത് ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഇത്രയും ക്വസ്റ്റ്യനേ ഉള്ളൂ. 6 ക്വസ്റ്റ്യൻ ചോദിച്ചു, 6 എക്സാം. ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വീതം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്ക്. 1-2 ക്വസ്റ്റ്യൻസ് NCERT നിങ്ങൾ ചെയ്യുന്ന മോഡലല്ല. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ദിവസം വേറെ ചാപ്റ്റർ ആയിട്ട് കാണാം. താങ്ക് യു.